ഐസൻ ജോസ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്. തീർച്ചയായും ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർക്കും ആരെയും നിയന്ത്രിക്കാനാവാത്തൊരവസ്ഥയാണ്. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഏതാണ്ട് പല്ലിപ്പോയ സിംഹം ഏതോ അവിടെ ഇരിക്കുന്നു, അതിനെ എന്തൊക്കെയോ ചെയ്യുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നതില്ല. കാരണം ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ ഹൈക്കമാൻഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഹൈക്കമാൻഡിന് ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേരത്തെ ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു വാർ റൂം ഉണ്ടായിരുന്നു കോൺഗ്രസിന്. ഇപ്പോൾ വാർ റൂം തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു വാർ റൂം എങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വാർ റൂം. അത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലായി. ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊന്നും പറയാനും പറ്റുന്നില്ല. പക്ഷേ നിർണായകമായൊരു ചോദ്യമുണ്ട്, മൗലികമായൊരു ചോദ്യം. കാലങ്ങളായി ഒരു വ്യക്തി എന്ന നിലയിൽ പോലും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഈ ഹൈക്കമാൻഡ് കോൺഗ്രസിൻ്റെ ഏത് ഘടകമാണ്? കോൺഗ്രസിൻ്റെ ഭരണഘടനയെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഘടകമാണോ? ഈ ഒരു ചോദ്യം ഇപ്പോഴും നിൽക്കുകയാണ്. പക്ഷേ ഹൈക്കമാൻഡ് എന്ന് വാർത്തകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഈ ഹൈക്കമാൻഡിലേക്ക് നിരീക്ഷയിലേക്ക് വരാം. ശ്യാം ബാബു, ഈ കോൺഗ്രസിൽ നേതൃത്വത്തെ സംബന്ധിച്ച്, നേതൃമാറ്റത്തെ സംബന്ധിച്ച്, ശൈലി മാറ്റത്തെ സംബന്ധിച്ച്, ആരാവും നേതാവ് എന്നതിനെ കുറിച്ചൊക്കെയുള്ള തർക്കങ്ങൾ പുതുമയല്ല. പക്ഷെ സമീപകാലത്തൊന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങനെയൊരു നാടകം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കെ കരുണാകരനെ നമ്മുടെ ചാരക്കേസിന്റെ പേരിൽ പുറത്താക്കിയപ്പോഴും വളരെ സുഗമമായി എ കെ ആന്റണി എയർഫോഴ്സിന്റെ വിമാനത്തിൽ പറന്നിറങ്ങി സത്യപ്രതിജ്ഞ ചെയ്തു. അതുപോലെ തന്നെ എ കെ ആന്റണിയെ ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളൊരു സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ വല്ലാതെ സമ്മർദ്ദം ചെലുത്തി അർഹമായതിലും കൂടുതൽ നേടുന്നു എന്ന് വിളിച്ച് പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കി. പകരം ഉമ്മൻചാണ്ടി വന്നപ്പോഴും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ മുന്നിലൂടെ വന്ന് എ കെ ആന്റണിയും ഒരിക്കൽ മുഖ്യമന്ത്രിയായി, ഉമ്മൻചാണ്ടിയും ഒരിക്കൽ മുഖ്യമന്ത്രിയായി, കെ കരുണാകരൻ പലവട്ടമായി. പക്ഷേ പലപ്പോഴും ഭാഗ്യം അദ്ദേഹത്തിനൊപ്പം നിന്നില്ല. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഴയ കേസ് പൊങ്ങി വന്നു. ഇതിനെ എങ്ങനെ കാണുന്നു ശ്യാം? ഇതൊരു ഒരു അറപ്പുളവാക്കുന്നൊരു നിലയിലേക്ക്, അത് വിജയാഘോഷം, ജനങ്ങൾ ആഘോഷിച്ചു, കോൺഗ്രസ്സുകാരല്ലാത്തവർ ആഘോഷിച്ച ഒരു വിജയം, ഭരണമാറ്റത്തിനെ ആഗ്രഹിച്ച ഒരു വിജയം, എങ്ങനെ കാണുന്നു? 2 മിനിറ്റ് 3 പാനലിസ്റ്റുകളോട് ഞാൻ അന്നൊരു പോയിന്റിലേക്ക് വരികയാണ്. ഈ കോൺഗ്രസിനുള്ളിലെ ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടല്ലോ, അതൊരു സംഭവമാണ് കേട്ടോ. ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ കമന്റ് വായിച്ചു തുടങ്ങാം. 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകർക്കെതിരെ നടപടി എടുക്കുന്നതിന് നല്ലത് ഈ വിജയത്തിന്റെ ശോഭ കെടുത്തിയ KC വേണുഗോപാൽ എന്ന അധികാര കൊതിയനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. ഈ കമന്റുകൾക്ക് ശേഷമുള്ള കമന്റുകൾ പലതും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പാകെ എനിക്ക് പറയാൻ പറ്റാത്ത ചില കമന്റുകളാണ്. അസല് തെറിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വിളിച്ചിരിക്കുന്നത് ആരും ഫേക്ക് പ്രൊഫൈലൊന്നുമല്ല, കോൺഗ്രസിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ചുമതലയൊക്കെ വഹിക്കുന്ന ആളുകളാണ്. വിളിച്ച ആളും നിസ്സാരക്കാരനല്ല, ഇവരുടെ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. ഇനി എൻ്റെ പോയിന്റിലേക്ക്, ഞാൻ ഒരു 6 മാസം സമയം കാത്തിരുന്നു ശ്രീ പ്രദീപ് ഒപ്പം അനുപേട്ട ഐസൻ. ഒരു 6 മാസം കഴിഞ്ഞാൽ എന്തായാലും ആളുകൾ പറഞ്ഞു തുടങ്ങും ഇതിനെക്കാട്ടും നല്ലത് പിണറായി വിജയനായിരുന്നു എന്ന്. പക്ഷേ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് 1 മാസം കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആളുകൾ ഏതാണ്ട് പറഞ്ഞു തുടങ്ങി ഇതിനെക്കാട്ടും നല്ലത് AK സെൻറ്ററിലേക്ക് പോകുന്നതായിരുന്നു എന്ന രീതിയിലേക്ക്. ഇനി KC വേണുഗോപാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. KC വേണുഗോപാൽ ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രി റേസിൽ ഉണ്ടായിരുന്നോ ഇല്ല? അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ഞാൻ മുഖ്യമന്ത്രിയാകാനില്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ വോട്ടെല്ലാം പെട്ടിയിലായതിനു ശേഷം ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞൊരു മറുപടിയുണ്ട്. അതും കൂടി വളരെ പ്രസക്തമാണ്. ഈ അടിയൊന്നും തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പ് ഈ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ടോ KC എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അതെ, ഇത് ആഗ്രഹിച്ചാലും കിട്ടില്ലെന്നേ. ഈ പാർട്ടിയുടെ സെറ്റപ്പ് അങ്ങനെയാണ്. നിങ്ങൾ വെറുതെ ചുമ്മാ ഓരോന്ന് പറയരുത്, നിങ്ങൾ വെറുതെ എന്നെ കൊണ്ട് വിവാദം ഉണ്ടാക്കിപ്പിക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2016 VS-നെ മുന്നിൽ നിർത്തിയിട്ടല്ലേ മത്സരിച്ചത്. എന്നിട്ട് ആരായത്? പിണറായി. ഈ 2 സ്റ്റേറ്റ്മെന്റ് നോക്കി നോക്കൂ. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിച്ചാലും ഈ പാർട്ടിയിൽ പരിപാടി നടക്കില്ല. അത് യഥാർത്ഥത്തിൽ പറഞ്ഞ ആരോടാ? സതീശനോടും ഒരാളും കൂടി ഉണ്ട്, രമേശ് ചെന്നിത്തലയോട്. ഇനി രണ്ടാമത്തെ കാര്യം, VS-ന്റെ ഉദാഹരണം അദ്ദേഹം പറഞ്ഞിട്ട് കൃത്യമായ ഒരു സന്ദേശം ആർക്കാ കൊടുക്കുന്നത്? പറവൂർക്കാ പറഞ്ഞിരിക്കുന്നത്. പിടി സതീശ, നിങ്ങൾ പറയുമായിരിക്കും, നിങ്ങളെ മുൻനിർത്തിയായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, പക്ഷേ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നത് പാർട്ടി അതിൻ്റെ സെറ്റപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പരസ്യമായ വിഴുപ്പലക്കൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. പരസ്യമായ വിഴുപ്പലക്കൽ, 102 സീറ്റുകളുമായി അധികാരത്തിലേറാൻ പോകുന്ന ഒരു മുന്നണി, ഒരു രാഷ്ട്രീയ പാർട്ടി 63 സീറ്റുകൾ. എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു നേട്ടം കൈവരിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യമായ വിഴുപ്പലക്കൽ, അധികാര കൊതിയന്മാര് ആണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റും? ഇനി KC വരിക എന്ന് വിചാരിക്കാം. നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ രാജഹംസ ഫ്ലൈറ്റിൽ ആന്റണി പറന്നിറങ്ങിയ പോലെ ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ KC പറന്നിറങ്ങും എന്ന് തന്നെ വിചാരിക്കുക.
KC മുഖ്യമന്ത്രിയാകും എന്ന് വിചാരിക്കുക, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ഘടകകക്ഷികളെ സമ്മർദ്ദം എങ്ങനെ KCക്ക് അതിജീവിക്കാൻ കഴിയും? ഈ പറയുന്ന ഗ്യാരണ്ടികൾ, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള ഗ്യാരണ്ടികൾ എങ്ങനെയാണ്? അവിടെയൊക്കെ തെലങ്കാനയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. ഹിമാചൽ പ്രദേശിൽ അവസാനം മുഖ്യമന്ത്രി പെട്രോളിന്റെ വില കൂട്ടി. ഇവിടെ ഒരു മാധ്യമവും ചർച്ച ചെയ്തിട്ടില്ല. 5 രൂപയൊക്കെ പെട്രോൾ വില കൂട്ടി. കാരണം നിൽക്കാൻ പറ്റുന്നില്ലെന്നേ. ഇതെന്തോ ഒരു ഗ്യാരണ്ടികളാണ് നൽകിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ സ്ഥിതി എന്താവും? അപ്പം അതൊന്ന്. മൂന്നാമത്തെ കാര്യം, കോർപ്പറേറ്റ് ഫണ്ടിങ് അത് കൃത്യമായി തന്നെ KC മേടിച്ചിട്ടുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കിയെന്നാണ് ഇപ്പോൾ KCയുടെ നറേറ്റീവ് വരുന്നത്. ഇതെങ്ങനെ ശരിയാവും? അപ്പോൾ കോർപ്പറേറ്റ് ഫണ്ടിങ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കണ്ടേ? അപ്പോൾ അതും ഇവിടെ സംഭവിക്കാൻ പോകുക. അപ്പോൾ KCക്ക് മുന്നിൽ ഒരു വാലികേറാ മല തന്നെയാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. അവിടെ എൻ്റെ പോയിന്റ്, ഞാനിപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. കാരണം വീടിക്ക് വേണ്ടി രംഗത്തിറങ്ങിയത് അപകടകരമായ നെറേറ്റീവുകൾ മുന്നോട്ട് വയ്ക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ്, മുസ്ലിം ലീഗാണ്, സമുദായ ശക്തികളാണ്. ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു അവസാനത്തെ ഒരു ഇടപെടൽ ഉണ്ടാകും. വീട് തന്നെയായിരിക്കും വരാൻ പോകുന്നത്.